ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഓരോ ടാസ്കുകൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്യാഷ് ബാക്ക് നേടാമെന്നാണ്. അപ്പൊ അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ അതിൽ എക്സ്ട്രാ വരുമാനം നമുക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നേടാൻ കഴിയുന്നതാണ്. അപ്പൊ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ടാസ്കുകൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ 4% ക്യാഷ് ബാക്ക് അതിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തന്നെ ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരാണെന്നുണ്ടെങ്കിൽ ധൻവർക്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരാല്. അപ്പൊ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടെലിഗ്രാമിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ ആയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, പേര് കൊടുക്കുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ ലോഗിൻ ചെയ്യാം. അപ്പൊ ഞാൻ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈറ്റുകൾ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം സ്ക്രീനിൽ കാണിച്ചു തരാത്തത്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ഒന്ന് കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ വെബ്സൈറ്റ് എന്നുള്ളതാലും. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യമേ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ടാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടംപോലെ ടാസ്കുകൾ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോരോ എമൗണ്ടിലുള്ള ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ 100 രൂപ ടാസ്ക് ഉണ്ട്, 200 രൂപ ടാസ്ക് ഉണ്ട്, 300 രൂപ ടാസ്ക് ഉണ്ട്, അങ്ങനെ ഓരോരോ ടാസ്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കുകൾ അതിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇപ്പൊ 100 രൂപ ടാസ്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ 4% ആണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ 4 രൂപ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോ 200 ചെയ്ത് കഴിഞ്ഞാൽ 8 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓരോരോ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് കമ്മീഷൻ കിട്ടുന്നത്. അപ്പൊ വലിയ വലിയ എമൗണ്ടിന്റെ ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ 4% വലിയൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നതാലും. ഇനിയിപ്പോ ഇതിനകത്ത് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID ഇതിൽ ലിങ്ക് ചെയ്യണം. നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്ന ഫോൺ പേ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ മൊബിവിക്ക് ഇതുപോലുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള UPI ആപ്ലിക്കേഷൻ ആയാലും ഇതിൽ ലിങ്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ടാണ് UPI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ആയിട്ടാലും ഇപ്പൊ ഫ്രീ ചാർജ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ OTP എൻ്റർ ചെയ്യാനുള്ള ആ ഒരു OTP അല്ല ഒരു പിൻ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു പിൻ നമ്മൾ ഓൾറെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു പിൻ എൻ്റർ ചെയ്തിട്ട് നമ്മൾ അതിൽ കൺഫേം ചെയ്യുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു OTP വരും. അപ്പൊ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ Paytm അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൊബിവിക്ക് അല്ലെങ്കിൽ ഫ്രീ ചാർജ് ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു മൊബിവിക്കിനകത്തിലാണെന്നുണ്ടെങ്കിൽ UPI IDs ആണല്ലോ. അപ്പം അത് ഇതിനകത്തിൽ ഷോ ആവുന്നതായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് അതിൽ വേണ്ട UPI ID നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ടാസ്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടാസ്ക് സെലക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഏത് UPI ആപ്ലിക്കേഷൻ അത് ലിങ്ക് ചെയ്ത് അതുവഴി മാത്രം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 100 രൂപയുടെ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ബാങ്കിന്റെ നമ്പറും അതേപോലെ തന്നെ IFSC കോഡ് ഡീറ്റെയിൽസും കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു UPI ആപ്ലിക്കേഷൻ ഇപ്പൊ ഫ്രീ ചാർജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ചാർജിൽ പോയിട്ട് അവിടെ ബാങ്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 100 രൂപ നമ്മൾ അതിനെ സെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിന്റെ ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് ട്രാൻസാക്ഷൻ ID 12 ഡിജിറ്റ് ട്രാൻസാക്ഷൻ ID ഉണ്ട്, അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബാക്കിലേക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്ത ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു പിൻ നമ്പർ ഉണ്ട്, ആ ഒരു പിൻ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക. ഏകദേശം അതിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെരിഫൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ബാക്കോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൽ ഇപ്പൊ 100 രൂപ ചെയ്ത് 104 രൂപയായിട്ട് നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ അക്കൗണ്ടിലേക്ക് ആവുന്നതായിരിക്കും. ഇനിയിപ്പോ നമ്മൾ അതിൽ ഓൾറെഡി നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ UPI ഓൾറെഡി കണക്ട് ചെയ്തേക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ നമ്മൾ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ആവുന്നതായിരിക്കും. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടുത്തൊരു ടാസ്ക് നമ്മൾ ചെയ്യാം. അപ്പൊ 200 രൂപ ചെയ്യാം. അപ്പൊ നമുക്ക് അതിൽ 208 രൂപയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ടാസ്കുകൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.
നോക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇപ്പം റീസെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വന്നൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ പേ ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ചെറിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിൽ ലോഗിൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകളുണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 120 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളാൽ ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഇന്റർഫേസ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.